മധ്യപൂർവേഷ്യയെ നമുക്കിങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. അറബ്, പേർഷ്യൻ വംശങ്ങൾക്കെതിരെ കുരിശുയുദ്ധക്കാർ തങ്ങളുടെ അവസാന യുദ്ധം ജയിച്ചിരുന്നെങ്കിലോ? അങ്ങനെയെങ്കിൽ അവർ ജെറുസലേം തങ്ങളുടെ ആസ്ഥാനമാക്കും. അവർ വിശുദ്ധ ഭൂമി പൂർണ്ണമായും കീഴടക്കുകയും നൂറ്റാണ്ടുകളായി അവിടെ നിയന്ത്രണം നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ ആധുനിക ചരിത്രം പിറക്കും. ജെറുസലേം ഇന്ന് പലസ്തീനിനും ഇസ്രായേലിനും ഇടയിലെ ഒരു തർക്കപ്രദേശമല്ല, അതൊരു സാമ്രാജ്യമായി നിലനിൽക്കുകയാണ്. യൂറോപ്പിലെ പ്രധാന സൈനിക ശക്തികളുടെ പിന്തുണയോടെ ഒരു ക്രിസ്ത്യൻ രാജവാഴ്ചയാണ് ഇപ്പോൾ ജെറുസലേമിൽ. പോപ്പാണ് അവിടുത്തെ രാജ്യത്തലവൻ. പാപ്പൽ പാലസിന്റെ സാന്നിധ്യമുള്ളതോടെ ജെറുസലേം നഗരം ആഗോള കത്തോലിക്ക മതവിഭാഗത്തിന്റെ പ്രതീകാത്മകവും പ്രായോഗികവുമായ തലസ്ഥാനമായി മാറുന്നു. അങ്ങനെ തലമുറകളായി ജെറുസലേമിൽ കുടിയേറ്റക്കാരായ കുരിശുയുദ്ധക്കാർ അവിടുത്തെ പ്രാദേശിക ജനവിഭാഗങ്ങളിൽ നിന്നും വിവാഹം കഴിക്കുന്നു. ഇതോടെ ജെറുസലേമിന്റെ മധ്യപൂർവേഷ്യൻ മുഖം മാറി പകരം ഒരു ലെവാന്റൈൻ ലാറ്റിൻ സംസ്കാരം ഉടലെടുക്കുന്നു. പ്രദേശത്തിന്റെ സാംസ്കാരിക ഭൂപ്രകൃതിയെ പുനർനിർമ്മിച്ച യൂറോപ്യൻ മിഡിൽ ഈസ്റ്റേൺ പാരമ്പര്യങ്ങളുടെ ഒരു സംയോജനമായിരിക്കും അത്. ഇപ്പോൾ ജെറുസലേമിലാണ് പേപ്പൽ കൊട്ടാരമെന്ന് സങ്കല്പിച്ചാൽ ലോക ചരിത്രത്തിന്റെ തന്നെ ഗതി നാടകീയമായി മാറുന്നത് കാണാം. അവിടെ ആധുനിക ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല. സയണിസം മധ്യപൂർവേഷ്യയിൽ ഒരിക്കലും അതിന്റെ വേരാഴ്ത്തില്ല. ഇസ്രായേലിന്റെ പിറവിക്ക് കാരണമായ ബാൽഫർ ഡിക്ലറേഷൻ ഒരിക്കലും സംഭവിക്കില്ല. പാലസ്തീനിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം ഒഴിഞ്ഞു പോകുമ്പോൾ അത് സമ്പൂർണ്ണ അധികാരമുള്ള ഒരു ചെറിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായി മാറും. AD 10-ാം നൂറ്റാണ്ടോടെ തന്നെ ജെറുസലേം നിലവിലെ വത്തിക്കാൻ പോലെ ഒരു നഗര രാഷ്ട്രമായി പരിണമിക്കും. ക്രിസ്തുവിന്റെ നഗരത്തിൽ പേപ്പൽ പാലസ് ഉയരും. ഇത് പ്രത്യേക പരിഗണനയുള്ള അന്താരാഷ്ട്ര സംരക്ഷണ മേഖലയാകും. മക്കയ്ക്കും റോമിനും തുല്യമായ ഒരു ആത്മീയവും സാമ്പത്തികവുമായ കേന്ദ്രമായി ജെറുസലേം പരിണമിക്കും. മധ്യപൂർവേഷ്യയിൽ പോപ്പിന്റെ കൊട്ടാരവും ഭരണവും വരുമ്പോൾ സുരക്ഷ ഗൗരവമേറിയ കാര്യമാണ്. ഈ സാങ്കല്പിക കാലഘട്ടത്തിൽ പോപ്പിന്റെ സംരക്ഷകരായി സ്വിസ് ഗാർഡിന് പകരം അർമേനിയയിൽ നിന്നുള്ള ഒരു എലൈറ്റ് സായുധ സേനയാകും ഉണ്ടാവുക. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കേണ്ട പ്രക്രിയയിൽ പേപ്പൽ കോൺക്ലേവിൽ ഉൾപ്പെടുന്ന പരമ്പരാഗത കർദിനാൾമാർക്കൊപ്പം മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടും. പാപ്പയുടെ സാന്നിധ്യം മൂലം ജെറുസലേം ഭൂമിയിലെ ഏറ്റവും കനത്ത സുരക്ഷയുള്ള നഗരങ്ങളിലൊന്നായി മാറും. ആധുനിക കാലത്തെ ഇസ്രായേലി പ്രതിരോധ സേനകൾക്ക് പകരം പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതും നവീകരിച്ചതുമായ ക്രിസ്ത്യൻ സേനകൾ നഗരത്തിന്റെ ആത്മീയ അധികാരം സംരക്ഷിക്കാൻ നിയുക്തരാകും. ചരിത്രത്തിന്റെ ഈ സാങ്കല്പിക പതിപ്പിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിലില്ല. ഇതിനർത്ഥം മധ്യപൂർവേഷ്യ അതിന്റെ പൂന്തോട്ടങ്ങളിൽ സമാധാനകാലം ആസ്വദിക്കുമെന്നല്ല. പുതിയ കാലത്ത് അറബ് മേഖലയിൽ ക്രിസ്ത്യൻ മുസ്ലിം വംശീയ തർക്കങ്ങളും പ്രാദേശിക അറബ് ഗോത്രങ്ങളുടെ പരസ്പരമുള്ള പോരും മേഖലയെ അശാന്തമാക്കും. 2-ാം ലോക മഹായുദ്ധകാലത്ത് വംശഹത്യയെ അതിജീവിച്ച ജൂതന്മാർ ഇസ്രായേൽ എന്ന ഇല്ലാത്ത രാജ്യത്തേക്ക് ഒരിക്കലും കുടിയേറില്ല. പകരം അവർ യൂറോപ്പിലോ അമേരിക്കൻ വൻകരയിലോ സ്ഥിരതാമസമാക്കും. മധ്യേഷ്യയിലെ തീവ്രവാദ ഭീഷണി ദേശീയവാദത്തിൽ നിന്ന് മാറി മതങ്ങൾ കൊണ്ട് മാത്രം പ്രചോദിപ്പിക്കപ്പെടുന്നതായി മാറും. ഇത് ലോകം മുഴുവൻ പ്രതിഫലിക്കും. ലോകം ഇന്നത്തേതിനേക്കാൾ കൂടുതൽ അശാന്തമായിരിക്കും. ജെറുസലേമിന് ചുറ്റും സുരക്ഷാ ചെക്ക് പോസ്റ്റുകളുടെ ഒരു നിര തന്നെ കാണാൻ കഴിയും, ഇന്നുള്ളതിന്റെ ഇരട്ടി. ജെറുസലേമിന്റെ ഭൂമിശാസ്ത്രം ഇപ്പോൾ പോപ്പിന്റെ രാജ്യം എന്നും ഇസ്ലാമിക് ക്വാർട്ടേഴ്സ് എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിക് ക്വാർട്ടേഴ്സിനെ നയിക്കുന്നത് പലസ്തീനായിരിക്കും. ഡോം ഓഫ് ദി റോക്ക്, അൽ-അക്സ മോസ്ക് തുടങ്ങിയ പവിത്രമായ ഇസ്ലാമിക കേന്ദ്രങ്ങൾ പോലും മാർപ്പാപ്പയുടെ മേൽനോട്ടത്തിലോ ഭരണത്തിലോ ആയിരിക്കും. പക്ഷേ അവ മതങ്ങൾ തമ്മിലുള്ള ചർച്ചയിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും സമാധാനപൂർണമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നവയായിരിക്കും. യൂറോപ്പിലെ നവോത്ഥാനവും കലയും മധ്യേഷ്യയിലേക്കും വളരും. ലിയനാർഡോ ഡാവിഞ്ചി തന്റെ പ്രതിഭയെ കിഴക്കോട്ട് വ്യാപിപ്പിക്കും. കിഴക്കിന്റെ നിർമ്മിതികൾ യൂറോപ്യൻ നവോത്ഥാനത്തിന്റെയും വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിന്റെയും ആഠ്യത്വം പേറുന്നവയായിരിക്കും. എന്നാൽ ആന്തരികമായ പിരിമുറുക്കങ്ങൾ പോപ്പിനെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെയും ജെറുസലേമിനെയും വിട്ടൊഴിയില്ല. ഓർത്തഡോക്സ്, കത്തോലിക്ക പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ക്രിസ്ത്യൻ വിഭാഗീയ വൈര്യം ആധുനിക കാലത്ത് ഒരു പൊട്ടിത്തെറിയായി മാറും. അതേസമയം തന്നെ അറബ് രാജ്യങ്ങളിലെ ക്രിസ്ത്യൻ സമൂഹങ്ങൾ രാഷ്ട്രീയവും സൈനികവുമായി വളരും. അറബ് രാജ്യങ്ങളിൽ ശക്തമായ ക്രിസ്ത്യൻ പ്രവിശ്യകളുണ്ടാകും. ഇവർ സ്വയംഭരണത്തിനായി വാദിക്കും. നമ്മുടെ ഈ സാങ്കല്പിക ലോകത്തിൽ 1948, 1967, 1973 വർഷങ്ങളിലെ അറബ് ഇസ്രായേൽ യുദ്ധങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല. പലസ്തീൻ പ്രദേശം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്വയംഭരണ പ്രദേശമായിരിക്കും. എന്നാൽ ഇസ്ലാം ഇവിടെ അതിന്റെ സാമ്പ്രദായിക രീതിയിൽ തന്നെ നിലനിൽക്കും. പുനർനിർമ്മിക്കപ്പെട്ട ഈ മിഡിൽ ഈസ്റ്റിൽ ലെബനനും സിറിയയും അറബ് ക്രിസ്ത്യൻ നയതന്ത്രത്തിൽ ശക്തമായ സാന്നിധ്യമായി ഉയർന്നുവരും. അമേരിക്ക ജെറുസലേമിനെ ഒരു പുണ്യസ്ഥലമായി മാത്രമല്ല, നയത്തിലും അധികാരത്തിലും ഒരു ആത്മീയ പങ്കാളിയായും കണക്കാക്കിയേക്കാം. എന്നിരുന്നാലും ഈ മേഖലയിലെ പീരങ്കികൾ നിശബ്ദമായിരിക്കില്ല. തുർക്കി ജെറുസലേമിന്മേൽ ഓട്ടോമൻ കാലം മുതലുള്ള തങ്ങളുടെ ഇസ്ലാമിക അവകാശവാദങ്ങൾ ഉന്നയിച്ചേക്കാം. മാർപ്പാപ്പയുടെ അധികാരത്തിനെതിരെ അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കും. ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങളുമായുള്ള കിഴക്കൻ ഓർത്തഡോക്സ് സഭയുടെ ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി റഷ്യ തുർക്കിക്കൊപ്പം ചേരാനുള്ള വിദൂര സാധ്യതയുമുണ്ട്. ജെറുസലേമിലും മധ്യേഷ്യയിലും പ്രബലമായ ക്രിസ്ത്യൻ സാന്നിധ്യത്തിനെതിരെ ചരിത്രത്തിലെ തെറ്റിതിരുത്താനെന്ന് അവകാശപ്പെട്ട് മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഉദയം ചെയ്തേക്കാം. ടെൽ അവീവ് എന്ന വ്യാവസായിക തലസ്ഥാനം ഈ സാങ്കല്പിക ലോകത്തിൽ ഇല്ലാത്തതിനാൽ അമ്മാൻ, ബെയ്റൂട്ട്, കെയ്റോ എന്നിവിടങ്ങൾ ആ സ്ഥാനം നേടിയെടുത്ത് മിഡിൽ ഈസ്റ്റിന്റെ ടെക്നോളജി ലാൻഡ്സ്കേപ്പിനെ പുനർനിർമ്മിക്കും. അറബ് മേഖലയിലുടനീളം ബെയ്റൂട്ട് മുതൽ തിക്രിത്ത് വരെ ക്രിസ്തുമതം അതിന് ദൃശ്യമായ മതമായി മാറും. ക്രിസ്തുമതത്തിന്റെ പ്രതിച്ഛായയിലും ദൈവശാസ്ത്രത്തിലുമാകും ആധുനിക മിഡിൽ ഈസ്റ്റ് അതിന്റെ വേരുകൾ രൂപപ്പെടുത്തുക.
ഈ സാങ്കല്പിക ലോകക്രമത്തിൽ ജൂത പുണ്യസ്ഥലങ്ങൾ മ്യൂസിയങ്ങളിൽ സംരക്ഷിക്കപ്പെടും. ബഹുമത ഭരണത്തിന് കീഴിലുള്ള ഇത്തരം മ്യൂസിയങ്ങളിലേക്ക് ജൂത തീർത്ഥാടകർ ഒഴുകും. കത്തോലിക്ക സ്വാധീനം ജോർദാൻ, സിറിയ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലേക്കും ആഴത്തിൽ വ്യാപിക്കും. ഇത് പ്രദേശത്തെ മതാധികാരത്തിന് പുതിയ മാനങ്ങൾ നൽകും. ഭരണരീതികളും സമ്പ്രദായങ്ങളും വരെ മാറാം. ആഗോള ക്രിസ്തുമതം ഇനി ഒരിക്കലും റോമിൽ കേന്ദ്രീകരിക്കില്ല. മറിച്ച് സിദ്ധാന്തത്തിലും പ്രായോഗികതയിലും അത് വ്യത്യസ്തമായ ഒരു മിഡിൽ ഈസ്റ്റേൺ ഐഡന്റിറ്റി സ്വീകരിക്കും. ഐക്യരാഷ്ട്രസഭയുടെയോ കത്തോലിക്ക രാഷ്ട്രങ്ങളുടെ സഖ്യത്തിന്റെയോ പിന്തുണയുള്ള ഒരു സ്ഥിരമായ ബഹുരാഷ്ട്ര സമാധാന സേന ജെറുസലേമിന്റെ നിഷ്പക്ഷത നിലനിർത്താനും മാർപ്പാപ്പയുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും നിയോഗിക്കപ്പെടും. നമ്മുടെ സാങ്കല്പിക ജെറുസലേം നഗരത്തിൽ ജൂത സമൂഹം ഒരു സംരക്ഷിത ന്യൂനപക്ഷമായി തുടരും. അന്താരാഷ്ട്ര നിയമങ്ങളാൽ ഇവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തും. അറബ് ദേശീയത തങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും പാൻ അറബ് ഐക്യത്തിന്റെ വിശാലമായ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കും. എന്നാലും ജെറുസലേം വളരെ സെൻസിറ്റീവും പ്രതീകാത്മകവുമായ ഒരു വിഷയമായി അവരുടെ ഇടയിൽ ഉണ്ടാകും. പ്രദേശത്തെ മാന്യർ എന്നറിയപ്പെടുന്ന ജോർദാനായിരിക്കും ക്രിസ്ത്യൻ മുസ്ലിം ദേശീയവാദങ്ങളിലെ ഇടനിലക്കാർ. പാപ്പസിയുമായി നേരിട്ടുള്ള ബന്ധത്തിന്റെ മുൻതൂക്കമുള്ളതിനാൽ പോപ്പിന്റെ ഭരണത്തിന് കീഴിൽ ജെറുസലേമിലുള്ള മുസ്ലിം പുണ്യസ്ഥലങ്ങളുടെ മേൽ കസ്റ്റോഡിയൽ അധികാരം ജോർദാനായിരിക്കും. ജെറുസലേമിനെയും അതിന്റെ അധിപനായ പോപ്പിനെയും നിലനിർത്താൻ യൂറോപ്യൻ കത്തോലിക്ക രാജ്യങ്ങൾ സജീവമായ നയതന്ത്ര പങ്കുവഹിക്കും. അവർ തങ്ങളുടെ വിദേശ നയങ്ങൾ ജെറുസലേമിന്റെ സ്ഥിരതയുമായും മതസന്തുലിതാവസ്ഥയുമായും ബന്ധിപ്പിക്കും. നമ്മുടെ ഈ സാങ്കല്പിക ലോകത്തിൽ 1948 യുദ്ധമില്ലാത്തതിനാൽ പലസ്തീൻ അഭയാർത്ഥി പ്രതിസന്ധി ഒരിക്കലും അതേ രൂപത്തിൽ സംഭവിക്കില്ല. എന്നാൽ ജെറുസലേമിൽ വ്യാപിക്കുന്ന ക്രിസ്ത്യൻ സ്വാധീനം പലസ്തീൻകാരെ മറ്റൊരു തരം അഭയാർത്ഥികളാക്കി മാറ്റും. അവരുടെ ദുരിതത്തിന് അറുതിയുണ്ടാവില്ല. സാമൂഹിക വിഭജനം കൊണ്ടും സാമ്പത്തിക സമ്മർദ്ദത്താലും ജനസംഖ്യാ വ്യതിയാനം മൂലവും ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളിലൊന്നായി ജെറുസലേം മാറും. മതസ്ഥാപനങ്ങൾ, എൻജിഒകൾ, ആഗോള എലൈറ്റുകൾ എന്നിവയെല്ലാം വിശുദ്ധ നഗരത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നഗരത്തിൽ ഇഞ്ചുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള വലിയൊരു റിയൽ എസ്റ്റേറ്റ് വിപണി ഉയർന്നു വരും. മേഖലയിലെ സമാധാനം നിലനിർത്താൻ ക്രിസ്ത്യൻ, മുസ്ലിം, ജൂത മതാധ്യക്ഷന്മാരുടെ സംയുക്ത നേതൃത്വത്തിൽ സ്ഥിരമായ ഇന്റർഫെയ്ത്ത് കൗൺസിലുകൾ സ്ഥാപിക്കപ്പെടും. വിശുദ്ധ സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്നതും നയതന്ത്രവും കരുതലും ഉപയോഗിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്നതും ഇവരായിരിക്കും. എല്ലാറ്റിനുമുപരി മാർപ്പാപ്പയുടെ സാന്നിധ്യം മിഡിൽ ഈസ്റ്റിൽ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകും. സമാധാനം പുനഃസ്ഥാപിക്കും. എല്ലാ മതവിശ്വാസങ്ങൾക്കും പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം സംരക്ഷിക്കും. പേപ്പൽ കൊട്ടാരം ജെറുസലേമിലായിരുന്നുവെങ്കിൽ ഇതെല്ലാമാണ് സംഭവിക്കുക. ഇത് വെറുമൊരു സങ്കല്പം മാത്രമായി കാണാൻ അപേക്ഷ. എല്ലാവരും ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ലോകം സാധ്യമാകട്ടെ. നന്ദി.